ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാണ്. ഇന്ന് നമ്മളെ ചെറിയൊരു മീൻ കുളമുണ്ട്. സിലോപ്പിയനെ വളർത്തുന്ന ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലിപ്പോൾ ഭക്ഷണം അങ്ങനെ ദിവസം ഇട്ട് കൊടുത്തിട്ട് അതിന് ഫിൽറ്റർ വെച്ചിട്ടുണ്ടായില്ല. മോട്ടർ വെച്ചേക്കണേ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഫിൽറ്റർ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഫിൽറ്റർ ഉണ്ടാക്കേണ്ട ഒരു രീതി, എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്യാതെ മോട്ടർ എന്നൊക്കെയുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അക്വാപോണിക്സ് ഉണ്ടാക്കാണ്ട് പച്ചക്കറിയിൽ നിന്ന് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ അറിയും, കൂടുതൽ ആളുകൾക്ക് അത്തരം മേഖലയിലില്ല. പിന്നെ മീനൊക്കെ വളർത്തുന്നുണ്ടെങ്കിലും മീനിൻ്റെ വെള്ളം എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നുള്ളത് അതും ചില ആളുകളൊന്നും ഫിൽറ്റർ അങ്ങനെ കച്ചറ കെട്ടിക്കെടുക്കായിരിക്കും. നമ്മളിത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെള്ളം മാറ്റി കൊടുക്കലായിരുന്നു. അപ്പം ഇനിയിപ്പോൾ വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമല്ല. ഇപ്പം വേനൽ വരില്ല. വേനൽ വരുന്ന സമയത്ത് ഏത് സമയത്തും വെള്ളം വാർക്കാണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഫിൽറ്റർ ഉണ്ടാക്കുക. ഫിൽറ്റർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആവശ്യം നല്ല ബേബി മെറ്റലാണ് കേട്ടോ. ബേബി മെറ്റൽ കഴുകി വെച്ചതാണ്, കഴുകി വൃത്തിയാക്കി വെച്ചാൽ. ബേബി മെറ്റലിടുമ്പോൾ എപ്പോഴും വലിയ മെറ്റൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ബേബി മെറ്റൽ കൊടുക്കുക. നമ്മൾ ഇൻ്റർലോക്ക് പതിക്കുമ്പോൾ അതിലേക്കുള്ള മെറ്റലാണ്. അപ്പോൾ ഈ മെറ്റലിടുക, വലിയ മെറ്റലിടുക. ഉള്ളിൻ്റെ ചാക്കാണ്, ഉള്ളിച്ചാക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി അയലിൽ തൂക്കിയതാണ്. അപ്പോൾ ഇതുമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആയിട്ടുള്ള നല്ലൊരു റമ്മ് വേണം, ഇതുപോലത്തെ റമ്മ് വേണം. ഇത് നമ്മൾ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന റമ്മാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് വെള്ളം ഈ ലെവലിൽ നമുക്ക് മെറ്റൽ ചാക്കെല്ലാം കൂടി ഫില്ല് ചെയ്യണം. അതിനപ്പോൾ അത് ഈ അടിയിലോട്ടൊരു ഇതുപോലത്തെ ഒരു കൊട്ട വേണം. ഈ കൊട്ടനെ നമ്മൾ കവുത്തിയ വെക്കലിട്ടാ. കൊട്ടനെ കവുത്തി വെച്ചിട്ട് അതിൻ്റെ കച്ചറകളൊക്കെ നിൽക്കാറില്ല. ഈ കൊട്ടൻ്റെ മേലിലാണ് നമ്മളെ ചാക്ക് മെറ്റലൊക്കെ ഇടൽ. ചാക്ക് മെറ്റലൊക്കെ ഇതിലിടും. എന്നിട്ട് വെള്ളം അടിയിലോട്ട് വരണം. അടിയിൽ നിന്ന് നേരെ മേപ്പോട്ട് പൊന്തി വന്നിട്ട് ഔട്ടിങ് കൊടുത്തിട്ട് നേരതാണ്. ഇതൊന്ന് 1 ഇഞ്ച് പൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പൈപ്പാണ്. അപ്പോൾ അതിന് ലെങ്ത്ത് പൈപ്പ് ആവശ്യമുണ്ട്. ലെങ്ത്ത് പോരാ, അതിലേറെ ചിലപ്പോൾ വരും. അവനവൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുക. ഇതുപോലെ ടീ കൊടുക്കുക. പല അതിനുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടേ. അപ്പോൾ ഇതൊരു 12 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ്. 12 വാട്ട്സിൻ്റെ ഒരു മോട്ടറാണ്. 12 വാട്ട്സിൻ്റെ മോട്ടറാണ് നമ്മൾ വരുത്തിയിട്ടുള്ളത്. ഇത് ഓൺലൈനിലൂടെ വരുത്തിയാണ്, ആമസോണിൽ നിന്ന് ആണ്. ആമസോണിൽ ഇതിൽ പ്രൈസ് ഇതിൽ കാണുന്നത് 5 റുപ്യേൻ്റെ പുറത്തൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര പൈസ വന്നിട്ടില്ല. 8.5 ഇതിൻ്റെ ആംബിയർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് അതിനൊരു വേറൊരു മോട്ടർ, നല്ല സെറ്റപ്പ് മോട്ടർ കേട്ടോ. നല്ല ദമ്മ് മോട്ടറാണ്. യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ദമ്മ് നല്ല ഉഷാറായിട്ട് 3.5 മീറ്ററോളം, 4 മീറ്റർ കിട്ടും, 5 മീറ്റർ 5-4ഒക്കെയാണ് ഓല് പറയുന്നത്. പക്ഷേ ഒരു 3.5 മീറ്ററിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് നമ്മൾ കിണറ്റിൽ നിന്ന് അടിക്കുന്ന കെട്ടിത്തൂക്കുന്ന മോട്ടറിൻ്റെ ആ ദമ്മ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒരു അഡാപ്റ്റർ വേണം. ഇത് 25 ആംബിയറിൻ്റെ അഡാപ്റ്ററാണ്. ഇതിന് വില ഉണ്ട് കേട്ടോ. ഇതിന് ഏകദേശം ഇതിൻ്റെ കുറഞ്ഞതൊക്കെ ഉണ്ട്, 500, 600 അല്ലെങ്കിൽ 800 റേഞ്ചിലൊക്കെ ഉള്ളതുണ്ട്. ഇത് നമ്മൾ വാങ്ങിയത് കടയിൽ ഏകദേശം 1100 റുപ്യോളം കൊടുത്തിട്ടുണ്ട്. ചില പലർക്കും പല രീതിയിലായിരിക്കും കിട്ടൽ. കടക്കാരല്ല, അവർക്ക് അനുസരിച്ച് അതിനനുസരിച്ചൊക്കെ കുറേ. പിന്നെ തിരൂർ പോരുവാണെങ്കിൽ പൊതുവേ ഇലക്ട്രോണിക് സാധനങ്ങൾക്കൊക്കെ കുറേ കുറവ് കാണുന്നുണ്ട്. പിന്നെ തിരൂർക്ക് പോകേണ്ട റിസ്ക് നോക്കിയിട്ട് വേഗം കോട്ടക്കൽ തന്നെ വാങ്ങിയതാണ്, ഇലക്ട്രോണിക്കിൽ നിന്ന് വാങ്ങിയാണ്. അപ്പോൾ ഇതുപോലൊക്കെ ഒരു മോട്ടർ ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള പൈപ്പുകൾ, അതിനുള്ള എവിടേക്കാണ് നമ്മൾ വെള്ളം കൊണ്ടുകൊണ്ട് വെച്ചാൽ അതിൻ്റെ ബെൻഡുകളും പൈപ്പുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ അഡാപ്റ്റർ കേട്ടോ. അഡാപ്റ്റർ ഇവിടെ ലൈനൊക്കെ കൊടുത്തിട്ടേക്കണേ. ഇതിന് നേരെ AC DC ആക്കി പോകുന്ന
സംവിധാനമാണ്. ഈ രണ്ട് ലൈന് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മോട്ടറിന് കൊടുത്ത് ഇഞ്ചുമാണ് ഒരു ലൈനും പാടെ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഉപയോഗം നടക്കും. അപ്പോൾ ഇതാണ് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ലൈനിൽ നിന്ന് തന്നെ അപ്പോൾ വളരെ കുറഞ്ഞ കറണ്ട് ഇതിൽ നിന്ന് പോകണുള്ളൂ. ചാർജർ പോലും കത്തണില്ല. ചാർജർ ഇതിനുള്ള ചാർജർ വേറെ ഉണ്ടോയെന്നുള്ള അറിയില്ല, ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ അപ്പോൾ ഇതാണ് നമ്മളെ അക്വേറിയം. മീനുകളിപ്പോൾ കുളവായൊക്കെ നിറഞ്ഞേക്കണ മീനുകൾ. ഇപ്പോൾ വെള്ളം ചാറ്റിയ മോട്ടർ നിർത്തി വെച്ചപ്പോൾ പോലെ പൊന്തി കാണുന്നില്ല. മോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോട്ടർ മാറ്റി. അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഉടനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളതിൽ കൊട്ട കവുത്തി വെക്കുന്നത് കേട്ടോ. ഈ കൊട്ടൻ്റെ മുകളിൽ ഇനി മെറ്റൽ കൊട്ടക്കൊരു ഹോൾസ് കൊടുക്കാണ്ട് ഒരു പൈപ്പ് ഇവിടുന്നാണ്ട് അടിക്ക് കൊടുക്കാണ്ട് വെള്ളത്തിൻ്റെ പൈപ്പ് നേരെ അടി പോകാനുണ്ട്. അപ്പോൾ കൊട്ടക്കൊന്ന് തുളക്കണം. എന്നിട്ട് ചാക്ക് മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കൊട്ട വെക്കാനുള്ള ഇഷ്ടിക കട്ട് ചെയ്തിട്ട് വെക്കണം കേട്ടോ. കൊട്ട എന്താ പറഞ്ഞാൽ കൊട്ടയ്ക്ക് 4 ഭാഗം ഒരേ മാതിരി വെച്ചില്ലെങ്കിൽ അതിമ ഇരിക്കാനുള്ള ഇരിപ്പിടം അവിടെ റെഡിയാക്കണം. അല്ലെങ്കിൽ ഞാൻ കൊട്ടൻ്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കൊടുക്കും. അപ്പോൾ ഇതുപോലെ കൊട്ട നല്ല ക്ലിയർ ആയിട്ടാണ് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? ആ രീതിയിലാണ് ഇപ്പോൾ കൊട്ട വെക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കാണ്ട് മുകളിലൂടെ ചാടിക്കുന്ന സംവിധാനമാണ്. ഇതിലൂടെ വെള്ളത്തിന് നമുക്ക് ഉള്ളിലോട്ട് ഇതിലൂടെ വിട്ടിട്ട് നേരെ ചാക്കിൻ്റെയും മെറ്റലിൻ്റെയും ഉള്ളിലൂടെ പുറത്തേക്ക് റിട്ടേൺ വരാനാണ് അക്വാപോണിക്സിക്ക് പോകുന്ന ഒരു രീതിയാണ് ഇത് ഈ പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഗ്യാപ്പ് ഇവിടെ ഒരു ഏകദേശം ഒരു 4-5 ഇഞ്ച് ഗ്യാപ്പ് താഴെ കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാൻ സാധ്യത ഉണ്ട്. അരടിയിലേറെ അരടിയോളം 5 ഇഞ്ചോളം നമ്മൾ ഗ്യാപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം കേന്തി ഓവർ വരികയാണെങ്കിൽ മറിയാതിരിക്കാൻ. അപ്പോൾ ഇനി മെറ്റൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ആദ്യം ചാക്ക് നിറക്കണം, എന്നിട്ട് മെറ്റൽ ഫില്ല് ചെയ്യാം. ഫസ്റ്റായിട്ട് നമ്മൾ ചാക്കാണ് വെക്കുന്നത് കേട്ടോ. ആ കണ്ണി നല്ല അകൽച്ചുള്ള ചാക്ക് ഈ കൊട്ടൻ്റെ സൈഡിലൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ചാക്കിൽ കച്ചറ ഉണ്ടാവാൻ പാടില്ല. കച്ചറ ഒഴിവാക്കുക. ഇതുപോലെ ഫില്ല് ചെയ്യണം. ഇതുപോലെ കുറച്ചും കൂടി ഫില്ല് ചെയ്തിട്ട് നമുക്ക് മെറ്റലിട്ട് കൊടുക്കണം. ഒരു ലെയർ ചാക്ക് ഫില്ലായി. ഇതുപോലെ സെൻറ്ററിൽ ഹോൾസ് ആക്കിയിട്ട് ഒരു ചാക്കിന് നമുക്ക് നല്ലപോലെ 2 ഡബിൾ മടക്കാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിലേക്കാണ് നമ്മൾ മെറ്റൽ ഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെറ്റൽ നമുക്ക് വാരാൻ കിട്ടില്ല. കഴുകേണ്ടി വന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് സാഫാക്കേണ്ടി വരും. അപ്പോൾ സമയം കഴുകാൻ ബുദ്ധിമുട്ടാവും, കൈയെടുക്കാൻ കച്ചറ വന്ന അടി എന്തായാലും. അപ്പം ചാക്കൊന്നെടുത്തൊന്ന് ചെറുങ്ങനെ ഒന്നാണ്ട് കഴുകി കൊടുത്താൽ മതി. ചാക്കിന് കേടൊന്നും പറ്റില്ല. മെറ്റലാണെങ്കിൽ എടുക്കാൻ ഭയങ്കര പ്രയാസമാവും. മെറ്റലിപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മെറ്റൽ നമുക്ക് ചാക്കിന് പൊതിച്ചെടുക്കാം. അപ്പോൾ ഇനി മെറ്റലിടുന്ന പരിപാടിയാണ്. ഒരു ലെൻത്ത് ആറണ്ടാച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ടാക്കുന്നത്. അപ്പോൾ കണ്ടേ ഏകദേശം ഒരു ലെയർ മെറ്റലുമായി. ഇനി അടുത്ത ചാക്കുംപാടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലെയർ മെറ്റലും പാടണം. ഒരു ലെയർ ചാക്കിടുക, വീണ്ടും ഒരു ലെയർ മെറ്റലിടുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറും ചാക്ക് വെച്ചു. അതിൻ്റെ മുകളിൽ ഓള ഇട്ടിട്ടുള്ള 2 മടക്കായിട്ടുള്ള ചാക്കൂട്ട്. അപ്പോൾ മെറ്റൽ വാരി എടുക്കാൻ മെറ്റൽ അടിയിൽ പോവില്ല. അപ്പോൾ ഇനി ഒരു ലെയറും കൂടി മെറ്റൽ നിറക്കേണ്ടതുണ്ട്. മെറ്റൽ നിറച്ചിട്ട് പിന്നെ നമ്മൾ വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് കൈകണ്ടി വന്നാലും ഈ ചാക്ക് കൊണ്ട് എടുത്തിട്ട് ഫസ്റ്റ് മെറ്റലെടുക്കുക. രണ്ടാമത് ചാക്കൊന്ന് എടുത്ത് നല്ലൊരു ലേശം വെള്ളം എടുത്തിട്ടൊന്നാണ് കഴുകിയെടുത്താൽ ഈ ചാക്ക് പെട്ടെന്ന് വൃത്തിയാകുന്ന ചാക്കാണ്. അപ്പോൾ അതാണ് ഈ ചാക്കിടാൻ കാരണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള കല്ലുകളും ഇതൊക്കെ കിട്ടുന്നുണ്ട്.
പക്ഷെ നമുക്കിപ്പോൾ അക്വേറിയത്തേക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്താൽ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരും. ആ ചാക്ക് പിടിച്ചെടുക്കും. എല്ലാം ചാക്കിൻ്റെ ഓളിലൂടെ വെള്ളം കയറി വരുമ്പോഴത്തേനും അധികവും കച്ചറ അതിൽ പറ്റിപ്പോവും. അപ്പോൾ നമുക്ക് ഓവർ വരുന്ന കച്ചറ നമുക്ക് പുറത്തുനിന്ന് അടിയിൽ നിന്ന് എടുക്കാനുള്ള സംവിധാനം അതുണ്ട്. അതിൽ ഓവറായി വരുന്ന കച്ചറ മാറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം മറ്റിൽ ഫില്ലായി. നമ്മൾ ഔട്ടിങ്ങിൻ്റെ പൈപ്പിൻ്റെ ഏകദേശം ഒപ്പം എത്തി. ഇവിടെ ഇങ്ങോട്ട് കുറച്ച് ജാസ്തി ഇട്ടിട്ടുണ്ട്. സെൻട്രലിലെ പൈപ്പ് അവിടെ ഉറച്ചു. സെൻട്രൽ പൈപ്പ് വേണമെങ്കിൽ നമുക്ക് ഇനി പൊക്കാം. കുറച്ച് താത്തി വെച്ചതാണ്. ഇനി വെള്ളം ഇതിലൂടെയാണ് വിടാനുള്ളത്. അപ്പോൾ വെള്ളം നേരെ റിട്ടേൺ മേപ്പോട്ട് പൊന്തി വന്നിട്ട് ഇതിലൂടെ വെള്ളം ഔട്ടിങ് ഇതിൽ കൂടി വിടും. പിന്നെ സാഫാക്കണ്ട ഉള്ളിൽ കച്ചറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തുറക്കുക, കച്ചറ മുകളിലൂടെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും ക്ലിയർ ആവും. അപ്പോൾ ഇനി അത് വെക്കാനുള്ള സ്ഥലത്ത് ഇവിടെ സ്ഥാപിക്കാനുള്ള ഭാഗത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മളെ മുറ്റത്തിൻ്റെ മതിലുമേൽ തിണ്ടിലാണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. റെഡിയാക്കി വെക്കാണ്ട് പൈപ്പ് കൊടുത്താൽ നമുക്ക് ഉടനെ വെള്ളം മോട്ടർ ചാലു ചെയ്യുക. മോട്ടർ റെഡിയാക്കി വെച്ചതാണ്. എല്ലാം കൂടി മോട്ടർ ഫിറ്റിങ്ങും എല്ലാം കൂടി വീഡിയോയിൽ ലെങ്ത്ത് കൂടുമെന്നുള്ളതിന് അങ്ങനെ ചെയ്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബക്കറ്റ് അടിയിൽ വെക്കുക, നേരെ ദൂരെ ഇവിടെ ഊരി കഴിഞ്ഞാൽ നമുക്ക് ബക്കറ്റിലേക്ക് അതിൻ്റെ കച്ചറൊക്കെ എടുക്കാം. കച്ചറ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ല പച്ചക്കറിക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തും കച്ചറകൾ അതിലുണ്ടാവും. അവരെ കാഷ്ടങ്ങളും ഇടുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാണ്. പൈപ്പ് കൊടുത്തു, മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് ഔട്ടിങ്ങിനുള്ള പൈപ്പ് അവിടെ കൊടുത്തു. മുകളിൽ കൂടി വെള്ളം വന്ന് അടിയിലോട്ട് പോകും. അങ്ങനെ നേരെ പൈപ്പ് വന്നിട്ട് കണ്ടില്ലേ, ഇവിടെ നേരെ പോയിട്ട് അവിടെ നേരെ കുയ്യിലേക്ക് തന്നെ റിട്ടേണാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി അത് നേരെ അക്വാപോണിക്സിലേക്ക് കൊടുക്കാണ്ട്. അപ്പോൾ അതിൻ്റെ പണി ഞാൻ അടുത്ത് വരും. നോക്കെ ചാലാക്കെ കയറി വരുന്നുണ്ട് വെള്ളം. ഓക്കെ, വെള്ളം കയറി കേട്ടോ. ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരേണ്ടി കത്തിക്കുക. കച്ചറ എടുക്കുന്ന ഭാഗത്ത് ലേശം ലീക്ക് ഇട്ടിട്ടാ. ഈ പൈപ്പ് റേഞ്ച് കൊണ്ട് ടൈറ്റ് ആക്കിയിട്ടില്ല, കൈ കൊണ്ട് ടൈറ്റ് ആക്കിയാണ്. അതുകൊണ്ടായിരിക്കാം. ഐസി വെള്ളം നിറഞ്ഞു കേട്ടോ. വെള്ളം അതാ കയറി വരുന്നു, കണ്ടില്ലേ? ഒന്ന് തെളിയാണ്ട്, ഇപ്പോൾ തെളിഞ്ഞിട്ടില്ല, നമ്മൾ തെളിഞ്ഞ് വരാണ്ട് നോക്കുക. അപ്പോൾ വെള്ളം നേരെ ആദ്യം ഒന്ന് പൊന്തി വന്നിരുന്നു. അതിൻ്റെ പൈപ്പിലെ എയർ പോകാത്ത കാരണത്താൽ വെള്ളം റമ്മിൻ്റെ മേലെ പൊന്തി വരുന്നിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നല്ല ഉഷാറായിട്ട് ചാടുന്നുണ്ട്. അവിടെപ്പോൾ 3/4 ഇഞ്ചിക്കാണ് നമ്മൾ അതിലേക്ക് ചാടിക്കുന്നത്. 1 ഇഞ്ചിക്ക് ഇവിടെ നിന്നാണ് ചെന്നിട്ട് 1/4 ഇഞ്ചിക്ക് 1 ഇഞ്ചിക്കാണ് ഇവിടെ നിന്നാണ് പോകേണ്ടത്. 3/4 ഇഞ്ചിക്ക് അവിടെ ചാടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഭാഗത്തിന് ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഉസ്താദുണ്ട്, ഹംസക്കുട്ടി സാഹിബ്. അവൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ യൂട്യൂബിൽ നമുക്കൊരു പാഠപുസ്തകമാണ്. യൂട്യൂബാണ് നമ്മളുടെ പാഠപുസ്തകം. ഇത്ര മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നത് യൂട്യൂബിലൂടെയാണ്. യൂട്യൂബ് കണ്ട ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കൊക്കെ അടിക്കുക. നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കനൊക്കെ അടിച്ച് നമുക്ക് പ്രോത്സാഹനം തരിക. ഇനിയിപ്പോൾ നമുക്ക് അക്വാപോണിക്സ് ഉണ്ടാക്കാണ്ട് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കാറില്ല. അപ്പോൾ മീനുകൾക്കിപ്പോൾ വെള്ളം നല്ല ഉഷാറായിട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ കുറച്ച് കയറി